രാത്രി 11 മണി. നിങ്ങൾ ഫോണിലേക്ക് നോക്കിക്കിടക്കുകയാണ്. രാവിലെ അയച്ച ഗുഡ് മോർണിംഗ് മെസ്സേജിന് ഇപ്പോഴും മറുപടി വന്നിട്ടില്ല. പക്ഷേ അവരുടെ ലാസ്റ്റ് സീൻ ഓരോ മിനിറ്റിലും അപ്ഡേറ്റ് ആകുന്നുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസിൽ അവർ ചിരിച്ച് മറ്റുള്ളവരുമായി ഫോട്ടോ എടുത്തിരിക്കുന്നു. നിങ്ങളുടെ നെഞ്ചിലൊരു ഞെരുക്കം. എന്താണെന്റെ തെറ്റ്? എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര അപ്രസക്തനായിപ്പോയത്? എപ്പോഴെങ്കിലും നിങ്ങൾക്കിങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ ഒരു ഓപ്ഷനായി കാണുന്നു, പ്രയോറിറ്റി അല്ല എന്ന്. നിങ്ങൾ 10 മെസ്സേജ് അയക്കുമ്പോൾ അവർ ഒരു ഓക്കെ അയക്കുന്നു. നിങ്ങൾ വിളിക്കുമ്പോൾ ബിസിയാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. പക്ഷേ പിന്നെ ഒരിക്കലും വരുന്നില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളെ അവഗണിക്കുന്നവരെക്കൊണ്ട് നിങ്ങളെത്തന്നെ തേടിവരാൻ പ്രേരിപ്പിക്കുന്ന 3 മനഃശാസ്ത്ര തന്ത്രങ്ങളെക്കുറിച്ചാണ്. ചാണക്യന്റെ കാലത്തെ ജ്ഞാനവും ആധുനിക മനഃശാസ്ത്രവും കൂടി ചേർന്ന ഈ രീതികൾ നിങ്ങളുടെ ആത്മാഭിമാനം തിരിച്ചുപിടിക്കാനും നിങ്ങളുടെ മൂല്യം അവർക്ക് ബോധ്യപ്പെടുത്താനും സഹായിക്കും. ഒരു മുന്നറിയിപ്പ്: ഈ വഴികൾ പിന്തുടർന്നാൽ മടങ്ങിവരുന്നത് അവരായിരിക്കും, നിങ്ങളല്ല. ചാണക്യൻ പറയുന്നു, അത്യധികം ലഭ്യമായത് മൂല്യരഹിതമാകുന്നു. വജ്രത്തിനും വെള്ളത്തിനും തമ്മിൽ എന്താണ് വ്യത്യാസം? ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്, പക്ഷേ വജ്രത്തിന് കോടികൾ വിലയുണ്ട്. കാരണം വജ്രം ദുർലഭമാണ്, വെള്ളം എല്ലായിടത്തും ലഭ്യമാണ്. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർ വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ചെത്തുന്നു. മെസ്സേജ് അയച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ സീനാക്കി മറുപടി അയക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്ലാനുകളും അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റുന്നു. നിങ്ങളുടെ ഈ അതിരില്ലാത്ത ലഭ്യത അവരെ പഠിപ്പിച്ചത് എന്താണ്? ഇവൻ എപ്പോഴുമുണ്ടല്ലോ, ഇപ്പോൾ റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. എന്നാൽ ഇന്നു മുതൽ മാറ്റം വരുത്തുക. ഉടനടി മറുപടി നൽകുന്നത് നിർത്തുക. അവർ മെസ്സേജ് അയച്ചാൽ കുറഞ്ഞത് 2-3 മണിക്കൂർ കഴിഞ്ഞ് മറുപടി നൽകുക. നിങ്ങൾക്കും തിരക്കുകളുണ്ട്, നിങ്ങൾക്കും ജീവിതമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഫോണിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ പോലും കുറച്ചു സമയം കഴിഞ്ഞ് മറുപടി നൽകുക. നിങ്ങൾക്ക് മറ്റ് മുൻഗണനകളുമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കുക. നിഗൂഢത നിലനിർത്തുക. നിങ്ങളുടെ ദിവസം മുഴുവൻ അവരോട് വിവരിക്കുന്ന ശീലം നിർത്തുക. നിങ്ങൾ എവിടെ പോയി, ആരെ കണ്ടു, എന്തൊക്കെ ചെയ്തു എന്നൊന്നും വിശദമായി പറയരുത്. ചെറിയ ചെറിയ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കുക. അവർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക. ഇന്ന് കുറച്ച് ബിസിയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. എന്ത് ബിസിയായിരുന്നു എന്ന് വിശദമാക്കരുത്. അവർ ചോദിക്കട്ടെ, അവർ അറിയാൻ കൗതുകപ്പെടട്ടെ. പിന്തുടരുന്നത് നിർത്തുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർ മറുപടി തരാതെയിരിക്കുമ്പോൾ ഹലോ, മെസ്സേജ് കണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം കളയരുത്. അവർ മറുപടി തരാത്തത് അവരുടെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആ നിസ്സംഗതയ്ക്ക് വില കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധയും സമയവും ഊർജവും നിങ്ങളിലേക്ക് തിരിച്ചു തിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ? നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നതാണ്. അവർ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചാൽ നമ്മുടെ ദിവസം സൂപ്പർ. അവർ സീനാക്കി മറുപടി തരാതെയിരുന്നാൽ നമ്മുടെ ദിവസം നശിച്ചു. അവരുടെ മൂഡിനനുസരിച്ച് നമ്മുടെ മൂഡ് മാറുന്നു, ചാണക്യൻ പറയുന്നു. ഇതിലൂടെ നിങ്ങൾ അവർക്ക് നൽകുന്നത് നിങ്ങളുടെ മേൽ അവർക്കുള്ള അധികാരമാണ്. അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാം എന്ന ധാർഷ്ട്യമാണ് ഉണ്ടാകുന്നത്. ഒരു ചെറിയ കഥ: തിളയ്ക്കുന്ന വെള്ളത്തിൽ ഉരുളക്കിഴങ്ങിട്ടാൽ അത് വെന്ത് മൃദുവായി നശിച്ചുപോകും. പക്ഷേ കാപ്പിക്കുരു ഇട്ടാൽ ആ വെള്ളത്തെ തന്നെ സുഗന്ധമുള്ള കാപ്പിയാക്കി മാറ്റും. ജീവിതത്തിലെ വേദനകൾ വരുമ്പോൾ ഉരുളക്കിഴങ്ങ് പോലെ തകർന്നു പോകരുത്. കാപ്പിക്കുരു പോലെ ആ വേദനയെ തന്നെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. എങ്ങനെ? അവരില്ലാതെയും സന്തോഷിക്കാൻ പഠിക്കുക. പഴയ സുഹൃത്തുക്കളെ വിളിക്കുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. നിങ്ങൾക്കെന്നും ഇഷ്ടമുള്ള പക്ഷേ ഉപേക്ഷിച്ച ഹോബികൾ തിരികെ എടുക്കുക. പെയിന്റിംഗ് ആണോ, ഗിറ്റാറാണോ, ബുക്ക് റീഡിംഗ് ആണോ? എന്തായാലും അത് വീണ്ടും ആരംഭിക്കുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് തന്നെ വരണം, മറ്റൊരാളിൽ നിന്നല്ല. സോഷ്യൽ മീഡിയ തന്ത്രപൂർവ്വം ഉപയോഗിക്കുക. ഇനി സങ്കടം കാണിക്കുന്ന കോട്ടുകളും ബ്രോക്കൺ ഹാർട്ട് സ്റ്റാറ്റസുകളും ഒന്നും ഇടരുത്. പകരം നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നതിന്റെ തെളിവുകൾ ഇടുക. ജിമ്മിൽ പോയോ? സെൽഫി എടുക്കുക. സുഹൃത്തുക്കളുമായി ഔട്ടിങ്ങിന് പോയോ? അപ്ലോഡ് ചെയ്യുക. പുതിയ സ്കിൽ പഠിച്ചോ? സർട്ടിഫിക്കറ്റ് ഷെയർ ചെയ്യുക. നിങ്ങൾ തകർന്നിട്ടില്ല, മറിച്ച് കൂടുതൽ വളർന്നു എന്ന സന്ദേശം അയയ്ക്കുക. ഇതൊന്നും അവർക്കായി ചെയ്യുകയല്ല, നിങ്ങൾക്കായി ചെയ്യുകയാണ്. എന്നാൽ ഇതിന്റെ സൈഡ് എഫക്റ്റ് അവർ കാണും. അവർ അത്ഭുതപ്പെടും. അവർക്ക് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അനുഭവപ്പെടും. ഞാനില്ലാതെയും ഇയാൾ ഇത്ര സന്തോഷമായോ എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കും. ഇതാണ് ചാണക്യന്റെ ഏറ്റവും ശക്തമായ ആയുധം. നിങ്ങളെ അവഗണിക്കുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി അവർക്കെത്തിപ്പിടിക്കാൻ പോലും കഴിയാത്തത്ര ഉയരത്തിൽ നിങ്ങൾ വളരുക എന്നതാണ്. ശാരീരിക പരിവർത്തനം. ആദ്യം നിങ്ങളുടെ ലുക്കിൽ മാറ്റം വരുത്തുക.
മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കി നല്ല ഡ്രസ്സിംഗ് സെൻസ് കൊണ്ടുവരിക. ജിമ്മിൽ പോകാൻ തുടങ്ങുക. ഹെൽത്തിയായി തിന്നുക. നല്ല ഹെയർ സ്റ്റൈൽ ചെയ്യുക. സ്കിൻ കെയർ ശ്രദ്ധിക്കുക. എന്തിനാണിതെല്ലാം? നിങ്ങൾ ആകർഷകയായി മാറുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നു എന്നതാണ്. രണ്ടാമതായി, അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയാണ് എന്ന്. ഒരു സത്യം, ഇതൊക്കെ ബാഹ്യരൂപമാണ്. ഇന്റേണൽ ബ്യൂട്ടി മാത്രം മതിയെന്ന് പറയുന്നവർ പലപ്പോഴും ഒന്നും ചെയ്യാൻ മടിയുള്ളവരാണ്. ഇന്റേണൽ ബ്യൂട്ടിയും പ്രധാനമാണ്, എക്സ്റ്റേണൽ ആകർഷണവും പ്രധാനമാണ്. രണ്ടും കൂടി ചേർന്നാലാണ് സമ്പൂർണ്ണ വ്യക്തിത്വം. സാമ്പത്തികവും കരിയർ വളർച്ചയും. നിങ്ങളുടെ ജോലിയിൽ, പഠനത്തിൽ 100% ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുതിയ സ്കില്ലുകൾ പഠിക്കുക. ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക. സർട്ടിഫിക്കേഷനുകൾ നേടുക. സാമ്പത്തികമായി സ്വതന്ത്രരാകാൻ പ്രവർത്തിക്കുക. സൈഡ് ഹസിൽ ആരംഭിക്കുക. നിക്ഷേപങ്ങൾ പഠിക്കുക. പ്രധാനം, നിങ്ങളുടെ വളർച്ച നിശബ്ദമായിരിക്കട്ടെ. അത് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിക്കേണ്ട. നിങ്ങളുടെ വളർച്ചയുടെ ഒച്ചപ്പാട് മറ്റുള്ളവർ അവരോട് പറയട്ടെ. സങ്കൽപ്പിക്കുക, അവരുടെ ഒരു കോമൺ സുഹൃത്ത് പറയുന്നു, ഡാ, നിന്റെ എക്സ് ഇപ്പോൾ എത്ര മാറിയെന്ന് കണ്ടോ? ഒരു പാട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ലുക്കും വ്യക്തിത്വവും ഒക്കെ കൊള്ളാം ആയിട്ടുണ്ട്. ആ നിമിഷം അവരുടെ ഉള്ളിൽ തിരിയുന്നത് കേവലം പശ്ചാത്താപമായിരിക്കും. സുഹൃത്തെ, ഓർക്കുക, നിങ്ങൾ ആരോടും യാചിക്കേണ്ട ആവശ്യമില്ല. സ്നേഹം യാചിച്ചു വാങ്ങുന്ന ഒന്നല്ല, അത് സ്വാഭാവികമായി ലഭിക്കേണ്ട ഒന്നാണ്. ഈ 3 തന്ത്രങ്ങളും പിന്തുടരുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കും. 1. നിങ്ങൾ കൂടുതൽ ശക്തയായി മാറും. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് തിരികെ കിട്ടും. 2. അവർ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ മൂല്യം അവർക്ക് പതുക്കെ മനസ്സിലാകും. 3. അവർ മടങ്ങി വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷമായിരിക്കും, കാരണം നിങ്ങൾ സ്വയം പൂർണ്ണരായി. അവസാനമായി ഒരു കാര്യം, ഈ മാറ്റങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഫലം കാണിക്കില്ല. 1 മാസമോ 2 മാസമോ എടുത്തേക്കാം. പക്ഷേ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അവർ തിരികെ വരുമ്പോൾ, അതെ, വരും. നിങ്ങൾ അത്രമേൽ പക്വത നേടിയിട്ടുണ്ടാകും. അപ്പോൾ തീരുമാനിക്കുക, അവർ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടോ? അവർ നിങ്ങളുടെ ഈ പുതിയ വെർഷന് യോഗ്യരാണോ എന്ന്. നിങ്ങൾക്കർഹമായത് വെറും ശ്രദ്ധയല്ല, മാനവും ബഹുമാനവും സ്നേഹവുമാണ്. അത് നിങ്ങൾക്ക് തരാൻ കഴിയാത്തവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയെങ്കിൽ, ഇതേ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വളർച്ചയുടെ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാ ശുഭാശംസകളും. ചാണക്യന്റെ കൂടുതൽ ജീവിത തന്ത്രങ്ങൾക്കും മനഃശാസ്ത്ര സീക്രട്ടുകൾക്കും സീക്രട്ട് വിസ്ഡം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി മാറുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി മാറുകയാണ്. അതാണ് യഥാർത്ഥ വിജയം.